അസ്സലാമലൈക്കും. ഈ ഒരു വീഡിയോ സൂപ്പർ മാർക്കറ്റ് മുതലാളിമാർക്കും കഫ്തീരിയ മുതലാളിമാർക്കുള്ളതാണ്. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ. 2008 ഞാൻ സൂപ്പർ മാർക്കറ്റിൽ ആദ്യമായിട്ട് യജമാനൻ സൂപ്പർ മാർക്കറ്റിൽ പണിക്ക് വരുന്ന സമയത്ത് 900 ദിർഹംസിനാണ് ഞാൻ ആദ്യമായിട്ട് പണിക്കുക. 2008 ഇന്ന് ഏകദേശം 15 വർഷം. ഇന്നിപ്പോ ഈ ഒരു 15 വർഷം കഴിഞ്ഞിട്ടും ആ സൂപ്പർ മാർക്കറ്റിൽ സാലറി അത് തന്നെയാണ് സ്റ്റാർട്ടിങ്ങിൽ. അത് പോരാത്തതിന് വിസയ്ക്ക് എന്തെങ്കിലും പൈസ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് പൈസ വാങ്ങുന്ന ആൾക്കാർ അതും കട്ട് ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ 1000 ദിർഹംസ് സാലറി ആയിരിക്കും, അതിലൊരു 500 ദിർഹംസ് വിസന്റെ പറഞ്ഞിട്ട് കട്ട് ചെയ്യും. പിന്നെ എന്താണുള്ളത്? നിങ്ങൾ മുതലാളിമാർ, നിങ്ങൾക്ക് നല്ല പൈസ ഉണ്ട്, നിങ്ങൾ ആരും പട്ടിണി കടന്നിട്ടൊന്നുമല്ല മുതലാളിമാരായിട്ട് നിൽക്കുന്നുള്ളത്. ഞാൻ ഒരുപാട് മുതലാളിമാരെ കാണുന്നുണ്ട് സൂപ്പർ മാർക്കറ്റിൽ, ഗ്രോസറിയിലൊക്കെ നല്ല പൈസ ആക്കി നാട്ടിൽ ഇഷ്ടം പോലെ കോടികൾ വാങ്ങിയവരുണ്ട്. നിങ്ങളെ കുറ്റം പറയുന്നതല്ല, പക്ഷെ ഇതിനൊരു മാറ്റം നിങ്ങൾ വരുത്തണം. നിങ്ങൾ എത്ര കാലമായിട്ട് ഇതുണ്ട്? 15 വർഷം മുമ്പത്തെ കഥ. അതിനു മുമ്പ് അങ്ങനെ തന്നെയായിരുന്നു. ഇന്നും 900 ദിർഹംസോ 1000 ദിർഹംസോ 1200, അതിനപ്പുറം പോക്കില്ല. അത് എന്തേ ഞാൻ വിചാരിക്കുന്നത്, എന്തുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഓരോ വർഷം ഒരു 50 ദിർഹംസ് വെച്ചിട്ട് കൂട്ടി, അല്ലെങ്കിൽ ഒരു 100 ദിർഹംസ് വേണ്ട, 50 ദിർഹംസ് വെച്ച് ഓരോരാൾ 10-15 വർഷം നിങ്ങളെ കീഴിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്തുകൊണ്ട് ഇതിന് മാത്രം ഒരു സാലറി കൂടുന്നില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ ഉഷാറായ മാത്രമല്ല, നിങ്ങൾ പണിക്കാർ കൂടി ഉഷാറാണ്ട്. സൂപ്പർ മാർക്കറ്റിലൊക്കെ കഫ്തീരിയയിലൊക്കെ പണിക്ക് വരുന്നവർ എന്ന് പറയുന്നത് പാവപ്പെട്ട ആൾക്കാരാണ്. പാവപ്പെട്ട കുടുംബത്തിൽ കഷ്ടപ്പെട്ട് ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ട് അത്രയും പാവപ്പെട്ടവരാണ്. അത്ര ഗതികെട്ടുകൊണ്ടാണ് നിങ്ങളെ കീഴിൽ പണിയെടുക്കാൻ വരുന്നത്. അത് നല്ലോണം 10, 13, 14, 15 മണിക്കൂറൊക്കെ പണിയെടുത്ത് കഷ്ടപ്പെടുന്നവർ. അവർക്ക് എന്തുകൊണ്ട് നിങ്ങൾ ഈ തുച്ഛമായ സാലറി നൽകുന്നത്? ഓക്കെ, നിങ്ങളെ കച്ചവടം ഇല്ലാത്ത ഷോപ്പിന്റെ കഥയല്ല ഞാൻ പറയുന്നത്. കച്ചവടം ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും, അതായത് ഇങ്ങനെ കഴിഞ്ഞു പോകുന്നത്, തുച്ഛമായിട്ട് പ്രോഫിറ്റ് എടുത്തിട്ട് ജീവിക്കുന്ന കുറെ മുതലാളിമാരുണ്ട്. അവരെ ഞാൻ ഒന്നും പറയുന്നില്ല. എത്രയോ മുതലാളിമാരുണ്ട് ഗ്രോസറിയിലൊക്കെ 1, 2, 3, 10, 18 ഗ്രോസറി നടത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇവിടത്തെ കാര്യങ്ങൾ ഇത് തന്നെയാണ്. അപ്പോൾ പൈസ ഉള്ളവർ അല്പം പൈസ ഒന്ന് സാലറി കൂട്ടി കൊടുത്തൂടെ? ഏതായാലും ലീവ് കൊടുക്കുന്നില്ല. വേറെ എന്ന് പറഞ്ഞാല് ഫുഡ് എന്ന് പറഞ്ഞാല് ആ കുബൂസും പരിപ്പന്നെ നിങ്ങൾ കഴിക്കണം, സോസേജും. ഇതൊക്കെ അവർ സഹിക്കുന്നുണ്ട്. അതിന് പുറമെ വിസന്റെ കട്ടും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ സഹിക്കുന്ന അവർക്ക് കുറച്ച് സാലറി കൂട്ടി കൊടുത്താൽ എന്താ പ്രശ്നം? വിസക്ക് പൈസ എടുക്കാത്ത ആൾക്കാരും അതൊക്കെ നല്ല കാര്യം ചെയ്യുന്ന കുറെ മുതലാളിമാരുണ്ട്, അത് ഞാൻ പറയുന്നില്ല. ഇത് ചെയ്യാത്തവരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. കുറച്ച് പരിഗണിച്ചൂടെ അവരെ? നിങ്ങളെ കീഴിൽ പണിയെടുക്കുന്ന ആളല്ലേ. എത്രയോ കൊല്ലം മുമ്പ് അതേപോലെ അത് ഇന്നും ഇങ്ങനെ തുടരുന്നുണ്ട്. ഇന്നത്തെ കാലമാണ്. അന്ന് 2008 കഥ ഒന്നല്ല ഇന്ന്. എത്ര ചെലവുണ്ട് ഒരു വീട്ടില്? പണ്ടത്തെ പോലെ 2000-5000 റുപ്പീസിന് ചെലവ് കഴിയുന്ന വീടുകളല്ല. ഒന്ന് മാറി ചിന്തിച്ചൂടെ?